ഇന്ത്യൻ നഗരങ്ങളിലെ യാത്രാശീലങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ അടുത്തിടെ വലിയ തരത്തിൽ മുന്നേറിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മാറ്റങ്ങളിൽ ഏറ്റവും എടുത്തു പറയുന്നത് ബൈക്ക് ടാക്സി അതുപോലുള്ള ഓൺലൈൻ ടാക്സികളുടെ അതിപ്രസരമാണ്. ഈ അതിപ്രസരത്തിൽ ഏറ്റവും അധികം ഇത് ആശ്രയിക്കുന്നത് ടെക്കുകൾ പോലുള്ള നിരവധി തൊഴിലിന് പോകുന്ന നിരവധി പേരാണ്. അതുപോലെ ഒട്ടനവധി പേർ ട്രാഫിക് ബ്ലോക്കിൽ പെടാതെ എത്രയും വേഗം ഓഫീസിലെത്താനും അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുമായി എത്രയും വേഗത്തിൽ ഓഫീസിലെത്താൻ വേണ്ടി ഏറ്റവും കൂടുതലായി ഇത് ആശ്രയിക്കുന്നത്, കൂടുതലും ബൈക്ക് ടാക്സിയിൽ ആശ്രയിക്കുന്നത് സ്ത്രീകളാണ്. ഇതിൽ പക്ഷേ ഈ സ്ത്രീകളുടെ ഈ യാത്ര ഇത്രയും എളുപ്പമാക്കാൻ വേണ്ടിയുള്ള ഈ ആശ്രയത്തെ പലപ്പോഴും ചൂഷണത്തിനിരയാക്കുന്നവർ നിരവധിയാണ്. ഇപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ടത്, ഇന്ന് വനിതാ യാത്രക്കാർക്കിടയിൽ വലിയ തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയാണ് അല്ലെങ്കിൽ സുരക്ഷാ പ്രതിസന്ധിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കനത്ത ട്രാഫിക് ബ്ലോക്കുകൾക്ക് പെട്ട് സമയം പാഴാക്കാതെ എത്രയും വേഗം ഓഫീസിലെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഇവരെ പലപ്പോഴും സ്ത്രീകൾ ആശ്രയിക്കുമ്പോൾ ഇവർ ഉണ്ടാകുന്നതാകട്ടെ വലിയ തരത്തിലുള്ള ദുരനുഭവങ്ങളിലൂടെ ഇവരെല്ലാം കടന്നു പോകുന്നത്. അങ്ങനെ സുരക്ഷയുടെ കാര്യത്തിൽ ഇപ്പോൾ വലിയ തരത്തിൽ ചോദ്യചിഹ്നമായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അടുത്തിടെ ബാംഗ്ലൂർ ഒരു ബൈക്ക് യാത്രക്കിടയിൽ വനിതാ യാത്രക്കാർക്ക് നേരിടേണ്ടി വന്നതും ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള അതിക്രമമാണ്. ഈ യാത്രാ സംവിധാനങ്ങളുടെ അരക്ഷിതാവസ്ഥയും അതുപോലെ ഒരു സുരക്ഷയില്ലായ്മയും വലിയ തരത്തിലുള്ള ആഴം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം ഏകദേശം 4 മണിയോടെയാണ് ബംഗളൂരു നഗരത്തെ എടുക്കുന്ന രീതിയിൽ സംഭവം ഉണ്ടാകുന്നത്. നഗരത്തിലെ തിരക്കേറിയ ചർച്ച് സ്ട്രീറ്റിൽ നിന്നും തൻ്റെ പേയിങ് ഗസ്റ്റ്, അതായത് PG സ്ഥലത്തേക്ക് പോകാനായിട്ട് അവിടേക്ക് പോകുന്ന യുവതി ബൈക്ക് ടാക്സി ബുക്ക് ചെയ്യുകയും കനത്ത നഗരത്തിലെ ഈ പറഞ്ഞ ഗതാഗത കുരുക്കിനിടയിലൂടെ ഒരുവിധം എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള സാഹചര്യത്തിൽ പോകുന്ന കുട്ടിക്ക് നേരെ ഡ്രൈവർ മനഃപൂർവ്വം തൻ്റെ തുടയിൽ സ്പർശിക്കുകയും കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് യുവതി ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. അപ്രതീക്ഷിതവും ഞെട്ടിക്കുന്നതുമായ ഈ സ്പർശം യുവതി പെട്ടെന്ന് ഞെട്ടിക്കുന്ന വിധത്തിലേക്ക് മാറ്റുകയും പെട്ടെന്നുണ്ടായ ഈ അതിക്രമം കാരണം അവർക്ക് ഉടൻ പ്രതികരിക്കാനോ മൊബൈൽ റെക്കോർഡ് ചെയ്യാനോ സാധിച്ചില്ലെന്നും, എന്നാൽ ഡ്രൈവറുടെ മോശം പെരുമാറ്റം വീണ്ടും ആവർത്തിച്ചപ്പോൾ യുവതി ശക്തമായി എതിർത്തെന്നും, എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യരുതെന്ന് യുവതി പ്രതികരിച്ചെങ്കിലും ഡ്രൈവർ അത് വകവയ്ക്കാതെ അതിക്രമം തുടർന്നുകൊണ്ടേയിരുന്നെന്നും പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. യാത്ര ചെയ്യുന്ന നഗരത്തെക്കുറിച്ചോ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചോ റൂട്ടുകളെക്കുറിച്ചോ കൃത്യമായ ധാരണ ഇല്ലാത്തതുകൊണ്ടും വാഹനം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാത്തതുകൊണ്ടും ആ കനത്ത ട്രാഫിക്കിൽ വെച്ച് പെട്ടെന്ന് ബൈക്ക് നിർത്താൻ ആവശ്യപ്പെടാൻ തനിക്ക് കഴിഞ്ഞില്ല എന്നും യുവതി വെളിപ്പെടുത്തുന്നുണ്ട്. നിസ്സഹായതയും അതുപോലെ പേടിയും തന്നെ വരിഞ്ഞു മുറിക്കുന്നൊരു ആ ഒരു നിമിഷത്തെക്കുറിച്ച്, അതെങ്ങനെ അതിജീവിച്ചതിനെക്കുറിച്ചും കുട്ടി പറയുമ്പോൾ വലിയ തരത്തിലുള്ള ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ദുരനുഭവം എന്ന് പറയുന്നത് പലർക്കും നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലർക്കും ഇത് പല സമയങ്ങളിലായി നേരിട്ടിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. പക്ഷേ ഈ കുട്ടി ചെയ്തോക്കട്ടെ, ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ആദ്യമൊന്ന് പതറിപ്പോയെങ്കിലും പിന്നീട് ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ഈ വീഡിയോ ആണ് പിന്നീട് പോലീസിനെ സമീപിക്കാൻ അവർക്ക് കൂടുതൽ നിർണായകമായ തെളിവുകളും ഉണ്ടാക്കുന്നത്. യുവതിയുടെ പരാതിയെ തുടർന്ന് വിൽസൺ ഗാർഡൻ പോലീസ് ഉടൻ തന്നെ കേസെടുക്കുകയും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുമുണ്ട്. താമസ സ്ഥലത്തെത്തിയപ്പോൾ അടുത്തുനിന്ന് ഒരു വ്യക്തി സംഭവം ശ്രദ്ധിക്കുകയും എന്ത് പറ്റുമെന്ന് ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. യുവതി കാര്യങ്ങൾ വിളിച്ചപ്പോൾ ഈ വ്യക്തി ഡ്രൈവറെ ചോദ്യം ചെയ്യുകയും ഡ്രൈവറോട് തട്ടിക്കയറാൻ ശ്രമിക്കുക. അതായത് ഈ വ്യക്തി ഡ്രൈവറോട് ചോദ്യം ചെയ്തപ്പോൾ ഡ്രൈവർ ചെയ്തതാകട്ടെ ഈ പറഞ്ഞ വ്യക്തിയോട് തട്ടിക്കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒടുവിൽ പിടിയിലാകുമെന്ന് ഉറപ്പായതോടെ ഡ്രൈവർ മാപ്പ് പറയുകയും ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഡ്രൈവർ ബൈക്കിൽ തിരിച്ചു പോകുമ്പോൾ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ തന്നെ നോക്കി വിരൽ ചൂണ്ടി പോകുന്നതും അത് തന്നെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് താൻ പരാതി നൽകാനായി കാരണമെന്നും കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഈ അരക്ഷിതാവസ്ഥ വലിയ തരത്തിൽ ഇവരൊരു മാനസിക ട്രോമയിലേക്ക് തള്ളിവിട്ടെന്നും കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുമുണ്ട്. മറ്റൊരു സ്ത്രീക്കും ഇത്തരമൊരു ദുരനുഭവം ഉണ്ടാകാതിരിക്കാനാണ് താൻ ഇത് പുറത്തുവിടുന്നതെന്നും റാപ്പിഡോ പോലുള്ള ബൈക്ക് ടാക്സി സേവനങ്ങൾ സുരക്ഷിതമല്ലെന്നാണ് തനിക്ക് തോന്നിയതെന്നും യുവതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ബാംഗ്ലൂരിലെ ബൈക്ക് ടാക്സി സംഭവം ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് സ്ത്രീകൾ സമാനമായ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ട് എന്നുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പൊതുഗതാഗതത്തിൻ്റെ നട്ടലായ KSRTC ബസ്സുകൾ പോലുള്ള സംവിധാനങ്ങളിലും ഇത്തരം അതിക്രമങ്ങൾ ആവർത്തിക്കുന്നത് വലിയ ആശങ്ക തന്നെയാണ് ഉയർത്തുന്നത്. അടുത്തിടെ KSRTC ബസ്സുകളിൽ വിദ്യാർത്ഥിനികൾക്കും വനിതാ ജീവനക്കാർക്കും നേരെ ലൈംഗിക അതിക്രമങ്ങൾ നടന്നതായുള്ള നിരവധി വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ മാത്രം റിപ്പോർട്ട് ചെയ്ത ചില സംഭവങ്ങളെന്ന് പറയുന്നത് തന്നെ വലിയ തരത്തിൽ നമ്മെ ഞെട്ടിപ്പിക്കുന്നതുമാണ്. ഒരു KSRTC ബസ്സിൽ വെച്ച് പെൺകുട്ടിക്ക് നേരെ സഹയാത്രികൻ ലൈംഗിക അതിക്രമം നടത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹിതമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. വലിയ പ്രതിഷേധങ്ങൾക്ക് ഇത് ഇടയാക്കിയിട്ടുമുണ്ട്. പെൺകുട്ടിയുടെ അടുത്തിരുന്ന യാത്രക്കാരൻ ബാഗ് മറച്ചു വെച്ച് ശരീരത്തിൽ സ്പർശിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും പെൺകുട്ടി ശക്തമായി ഇത് പ്രതികരിക്കുകയും തന്നെ ഉപദ്രവിക്കുകയാണെന്ന് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സഹയാത്രികർ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന സാഹചര്യവും പൊതുയിടങ്ങളിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ കണ്ടുവയ്ക്കുന്ന കാഴ്ചക്കാരുടെ നിസ്സംഗതയെക്കുറിച്ചുമുള്ളൊക്കെ ഗൗരവമായ ചോദ്യങ്ങൾ ദിവസേന ഉയർന്നു വരുന്നതാണ്. പിന്നീട് കണ്ടക്ടർ ഇടപെട്ട് ഉപദ്രവിച്ച ആളെ ഇറക്കി വിടുകയായിരുന്നെന്നും പിന്നീട് വാർത്തയായി വന്നതാണ്. ഇത്തരം സംഭവങ്ങളിൽ യാത്രക്കാർ പുറത്തുന്ന നിസ്സംഗത കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ മൗനാനുവാദം നൽകുന്നതിന് തുല്യം കൂടിയാണ്. വനിതാ കണ്ടക്ടർമാർക്ക് നേരെ പോലും ഇത്തരത്തിൽ KSRTC ബസ്സുകളിൽ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഒരു സംഭവത്തിൽ, അതായത് ഇത്തരം പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ വെച്ചാൽ മദ്യലഹരിയിലായിരുന്ന യാത്രക്കാരൻ വനിതാ കണ്ടക്ടർ നേരെ അതിക്രമം നടത്തുകയും യാത്രക്കാർ ചോദ്യം ചെയ്തപ്പോൾ ഓടുന്ന ബസ്സിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ യാത്രക്കാരും നാട്ടുകാരും ചേർന്നാണ് ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഇത്തരം സംഭവങ്ങൾ പൊതുഗതാഗത മേഖലയിൽ സ്ത്രീ സുരക്ഷയ്ക്കുള്ള അല്ലെങ്കിൽ സ്ത്രീ ജീവനക്കാരുടെ സുരക്ഷ പോലും അപകടത്തിലാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ്. വിദ്യാർത്ഥിനികൾക്ക് നേരെ KSRTC ബസ്സിലെ കണ്ടക്ടർ തന്നെ മോശമായി പെരുമാറിയ മറ്റൊരു സംഭവം ഒറ്റപ്പാലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോയ ബസ്സിൽ വെച്ചാണ് അതിക്രമങ്ങളെല്ലാം നടക്കുന്നത്. പെൺകുട്ടി പോലീസിന്റെ ഔദ്യോഗിക നമ്പറിൽ വിളിച്ച് പരാതിപ്പെട്ടതിനെ തുടർന്ന് കണ്ടക്ടർ കസ്റ്റഡി എടുക്കുകയായിരുന്നു ഉണ്ടാകുന്നതും. ഇവിടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ കുറ്റവാളിയെ മാറുന്നു എന്ന ദുരവസ്ഥ കൂടി കാണാനാവുന്നതാണ്. ഇതിനു പുറമെ കൊല്ലം പോലുള്ള സ്ഥലങ്ങളിൽ KSRTC ബസ്സുകൾ യാത്രക്കാർക്ക് നേരെ നഗ്നതാ പ്രശ്നം നടത്തിയ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം അതിക്രമങ്ങൾ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന സ്ത്രീകളെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും അതുപോലെ തന്നെ ഭയത്തിലേക്കും തള്ളിവിടുന്നുണ്ട് എന്ന് കൂടി നാം മനസ്സിലാക്കണം. ഓൺലൈൻ ടാക്സി സംവിധാനങ്ങളും അതുപോലെ തന്നെ KSRTC പോലുള്ള പൊതുഗതാഗതത്തിലും മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. കേരളത്തിലെ മറ്റു പൊതുയിടങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത്. സ്ത്രീകൾക്ക് നേരെ നടന്ന ബലാത്സംഗങ്ങൾ, അതുപോലെ ദുരുപയോഗം ചെയ്യൽ, ശല്യം ചെയ്യൽ തുടങ്ങിയ കേസുകളൊക്കെ അതിൻ്റെ എണ്ണത്തിലൊക്കെ വർധനവ് നടന്ന ഓരോ ദിവസവും വലിയ തരത്തിൽ വർധനമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളം സ്ത്രീ സുരക്ഷ നേരിടുന്ന വെല്ലുവിളികൾ അത്രത്തോളം വലുതാണെന്ന് കൂടി വ്യക്തമാക്കുന്നതാണ് ഇത്തരം പ്രവണതകളെല്ലാം തന്നെ. സാക്ഷരതയിലും സാമൂഹിക വികസനത്തിലെല്ലാം മുന്നിട്ട് നിൽക്കുമ്പോഴും പൊതുയിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അരക്ഷിതാവസ്ഥ കേരളത്തിൻ്റെ പുറംപൂച്ചിനെ തന്നെ തുറന്നു കാട്ടുന്നതാണ്. ഇത്തരം വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിൽ KSRTC ബസ്സിൽ പോലും ഒരു പെൺകുട്ടിക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്ന വീഡിയോ ആ പെൺകുട്ടി തന്നെ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് വലിയ തരത്തിൽ വാർത്തയാക്കും, അത് വലിയ തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തുടനീളം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഓരോരോ സ്ത്രീകൾക്കും ഓരോ മണിക്കൂറിലും 6-7 സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ രാജ്യം സ്ത്രീ സുരക്ഷയിൽ ഉന്നതിയിലാണെന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള പ്രവണതകൾ വലിയ തരത്തിൽ ഉണ്ടാവുകയും അതും പൊതുഗതാഗതത്തിൽ പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ എത്രമാത്രം ഭീഷണി നേരിടുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. കാരണം അത്രത്തോളം രാജ്യത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന് കൂടി പറയേണ്ടി വരും. കാരണം അത്രമാത്രം വലിയ തരത്തിൽ പലരും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഒരു ഹോബിയായി കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഒരു +2 വിദ്യാർത്ഥി ഒരു യുവതിയുടെ പിന്നാമ്പുറത്ത് പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ കുട്ടി പറഞ്ഞത് എനിക്ക് പിടിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ പിടിച്ചെന്ന തരത്തിലൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് ഈ യുവതി വെളിപ്പെടുത്തുമ്പോൾ വലിയ ഞെട്ടലാണ് യുവതി പറയുന്നത്. കാരണം ആ പെൺകുട്ടിയുടെ സ്കൂൾ യൂണിഫോം കണ്ടുപിടിച്ച് പെൺകുട്ടിയെ സുഹൃത്തുമായി ചേർന്ന് അന്വേഷിച്ച് ആ കുട്ടിയുടെ സ്കൂളിൽ പോയി കുട്ടിയോട് ചോദിച്ചപ്പോൾ, ആ കുട്ടിയെ കണ്ടെത്തി ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് എനിക്ക് പിടിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ പിടിച്ചു എന്നുള്ളതാണ്. അത്ര നിസ്സാരവൽക്കരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു നമ്മുടെ രാജ്യത്ത്. കാര്യം അത്രത്തോളം സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഈ അതിക്രമങ്ങൾ നിസ്സാരവൽക്കരിക്കപ്പെടുകയും ഇതൊരു സാധാരണ സംഭവമല്ലേ എന്ന തരത്തിലേക്ക് മാറുന്ന പോലെ ഉണ്ടാകുന്നൊരു അവസ്ഥ നമുക്കിന്ന് കേരളത്തിൽ ഉണ്ടാകുന്നു, രാജ്യത്തുണ്ടാകുന്നു. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. മറ്റൊരു കാര്യം, ഇവിടെ ഓൺലൈൻ ഓഫ്ലൈൻ ഗതാഗത മേഖലയിലെ സുരക്ഷാ പ്രതിസന്ധിക്ക് ഉടനടി പരിഹാരം കാണേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം കൂടിയാണ്. ഒന്നാമതായി KSRTC പോലുള്ള ബസ്സുകൾ, അതായത് സംസ്ഥാനങ്ങളിലെ തന്നെ പൊതുഗതാഗത സംവിധാനങ്ങളിലെല്ലാത്തിലും അതുപോലെ തന്നെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും പോലീസ് ക്ലിയറൻസ് കർശനമാക്കണം എന്നുള്ള കാര്യമാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ യാതൊരു കാരണവശാലും ഈ മേഖലകളിൽ ജോലി ചെയ്യാൻ അനുവദിക്കരുതെന്നുള്ള ആവശ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. രണ്ടാമതായി KSRTC ബസ്സുകളിലും അതുപോലെ ഓൺലൈൻ ടാക്സികളിലും GPS ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ഉടൻ പോലീസിനെ വിവരം അറിയിക്കുന്ന സഹായമായ SOS പോലുള്ള ബട്ടണുകൾ സ്ഥാപിക്കുകയും അവയുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കുകയും വേണമെന്നുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും ഇത് കൃത്യമായി പോലീസ് കൺട്രോളുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണ സമയം ഉണ്ടാകണമെന്നുമാണ് പലരും ആവശ്യപ്പെടുന്നത്. കാരണം ഇവർ ആവശ്യപ്പെടുന്നതിനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ്. കാരണം എപ്പോൾ ഏത് സമയത്ത് ആക്രമിക്കപ്പെടുമെന്ന് പലർക്കും അറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. സ്ത്രീകൾക്ക് നേരെ മാത്രമല്ല, കുട്ടികൾക്ക് നേരെയും മുതിർന്നവർക്ക് നേരെയും എല്ലാം ഇതേ അതിക്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ പറഞ്ഞ ജെൻഡർ വ്യത്യാസമില്ലാതെ പലർക്ക് നേരെയും ഈ അതിക്രമങ്ങൾ നിരന്തരമായി ഉണ്ടാകുമ്പോൾ ഇതിന് കൃത്യമായ നടപടി എടുക്കണമെന്നും കൃത്യമായ നിയമ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും തന്നെയാണ് പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.